കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവസന്നിധിയിലായിരിക്കാനും കർത്താവിനെ ആരാധിപ്പാനും കർത്താവ് നമുക്ക് നൽകിത്തന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ സ്തുതിസ്തോത്രങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മനോഹരമായ പാട്ടുകൾ പാടി അതിൽ ചേർന്നു പാടി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുകയും ചെയ്ത ദൈവത്തിന്റെ കരുണകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും നന്മകൾക്കും സാക്ഷ്യവാചകങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വം കരയേറ്റിയ ദൈവമക്കൾക്കായി ഭൗതിക നന്മയിൽ നിന്ന് കർത്താവിന്റെ നാമത്തിനു വേണ്ടി അർപ്പിച്ച പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അല്പസമയം കൂടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. 123 സങ്കീർത്തനത്തിന്റെ 2 വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. 123 സങ്കീർത്തനം അതിന്റെ 2 വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരെ പോലെ എന്നൊക്കെ ഈ ഭാഗത്ത് നമ്മളിവിടെ വായിച്ചു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കണ്ണിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്. അപ്പൊ ദാസന്റെയും ദാസിയുടെയും കണ്ണുകളൊക്കെ വല്ലതും പ്രാപിക്കാൻ അവർ ദൈവത്തെ പോലെ കരുതുന്ന യജമാനന്റെയും യജമാനത്തിയുടെയും കണ്ണുകളിലേക്കും കരത്തിലേക്കും നോക്കിയിരിക്കുക. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തത ദൈവവൈതലിനുള്ളത്, ഞങ്ങൾക്ക് നോക്കാൻ ഒരജമാനനേ ഉള്ളൂ. ആ യജമാനൻ ഭൂമിയിലല്ല, അത് ഉയരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് നോക്കാനുള്ള കണ്ണുകൾ, ഞങ്ങൾക്ക് നോക്കാനുള്ള കരങ്ങൾ ഈ ഭൂമിയിലെ ഒരു മനുഷ്യന്റേതുമല്ല. ഞങ്ങൾക്ക് നോക്കാനുള്ള കണ്ണുകൾ ഉയരത്തിലെ ഞങ്ങളുടെ യജമാനന്റെ കണ്ണുകളാ. ഞങ്ങൾക്ക് നോക്കാനുള്ള കൈകൾ ഉയരത്തിലെ ഞങ്ങളുടെ കർത്താവിന്റെ കൈകളാണ്. അവിടേക്കാ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് ഒരു കാലാവധി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം. അത് ഒരു ദിവസം കൊണ്ട് സാധിക്കണമെന്നില്ല, 2 ദിവസം കൊണ്ട് സാധിക്കണമെന്നില്ല, 3 ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ ഇനിയല്ല 300 ദിവസം കൊണ്ടോ സാധിക്കണമെന്നില്ല. ഹല്ലേലൂയ. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ആ കർത്താവ് കൃപ ചെയ്യും. എന്റെ സമയത്തല്ല, കർത്താവിന്റെ സമയത്താ. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുക. പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ സമയത്താകാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മളങ്ങനെ നിർബന്ധപൂർവം പിടിച്ചു വച്ചൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ ഇപ്പൊ പ്രവർത്തിക്കണം എന്നൊക്കെ. ചിലപ്പോൾ നമ്മൾ ആ നിലയിൽ വളരെ ആത്മാർത്ഥതയോടെ കർത്താവുമായുള്ള സ്നേഹം അത്രത്തോളം ശക്തമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോൾ നിർബന്ധിച്ച് പ്രാർത്ഥിച്ചാലൊക്കെ തമ്പുരാൻ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. പക്ഷെ ബന്ധം ശക്തമായിരിക്കണം. ഹല്ലേലൂയ. പിശാചിന് പോലും ഒരു ഇടർച്ച പറയാനൊരു ഹേതുവില്ലാതെ ആയിരിക്കണം അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചൊരു ചിന്ത, യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, മോശയുടെ ശരീരം ഉയർപ്പിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പിശാച് അവിടെ എന്ത് ചെയ്തു? വാദിച്ചു. അപ്പൊ ദൈവത്തിന് ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, മോശ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ദൈവത്തോടുള്ള ബന്ധത്തില്ല. കൽപ്പിക്കാൻ പറഞ്ഞപ്പോ അടിച്ചു, അത് ദൈവത്തോടുള്ള ബന്ധത്തില്ല. ദൈവം തമ്പുരാൻ അങ്ങ് ക്ഷമിച്ചു. എന്നാൽ പിശാച് അത് വിടാതെ പിടിച്ചു നിന്നുകൊണ്ട് ഇതൊക്കെ പറഞ്ഞായിരിക്കും വാദിച്ചെന്ന എന്റെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോ നമ്മൾ ഓർക്കേണ്ടത്, അല്ലെ, എന്തെല്ലാം ലംഘനങ്ങൾ ജീവിതത്തിൽ വന്നാലും, എന്തെല്ലാം തെറ്റുകൾ വന്നാലും, ഞാൻ എന്റെ പാപത്തിന്റെ കുറ്റം നിന്നോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോ നീ എന്റെ പാപത്തിന്റെ കുറ്റം എന്ത് ചെയ്തു? ക്ഷമിച്ചു തന്നു. അല്ലെ, ദൈവത്തോട് ഏറ്റുപറഞ്ഞു, ദൈവം ക്ഷമിച്ചു. ആ ദൈവസന്നിധിയിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. അവൻ ഞങ്ങളോട്
കൃപ ചെയ്യുവോളം എന്ത് ചെയ്യുക? ഞാൻ കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ കൃപ ചെയ്യുവോളം ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോ നമുക്കുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ 1-2 ചിന്താഗതികൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, അവൻ നമ്മളോട് കൃപ ചെയ്യുവോളം നമ്മൾ കാത്തിരിക്കണം. ആ വേദഭാഗത്ത് തന്നെ ഉണ്ട്. അങ്ങനെ കാത്തിരിക്കുമ്പോ അത് പ്രാപിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കട്ടെ ഒന്നാമത്തെ മനോഭാവം, ഹല്ലേലൂയ, ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. എഴുന്നേറ്റ് പോകുന്ന, വിട്ടേച്ചു പോകുന്ന, മനസ്സ് മടുക്കുന്ന ഒരനുഭവം ഉണ്ടാകരുത്. ഒരു വലിയ സമർപ്പണം വേണം. ഞാൻ ഇവിടെ ദൈവസന്നിധി വന്നിരിക്കുക. ഇനി 2 അല്ല 4 അല്ല 40 ദിവസമല്ല 40 ആഴ്ചയല്ല, എത്ര ആഴ്ച കഴിഞ്ഞാലും ദൈവം എന്നെ വിടുവിക്കുമെന്ന് പറയുന്ന ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകരുത്. അതാ സമർപ്പണം എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലൂടെ TV-യിലൂടെ ഒക്കെ നമ്മൾ വായിച്ചല്ലോ, ഒരു മാതാവ് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ വന്ന് ഇങ്ങനെ നിരാഹാരം കിടന്ന സംഭവം. ഗവൺമെന്റ് അതിനകത്ത് ഇടപെട്ടു. അതുപോലെ തന്നെ മുൻകാല ഗവൺമെന്റുകളൊക്കെ ഭരിച്ച സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ അവിടെയൊക്കെ നിരാഹാരങ്ങൾ നടത്തിയ ഒത്തിരി ആളുകളുണ്ട്. അവരോട് ചോദിക്കുക എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ മറുപടി, മരണം വരെ, അല്ലെങ്കിൽ ഇതിനൊരു തീർപ്പുണ്ടാകുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യുക? ഉപവാസം. അവര് നിരാഹാരമെന്നാ പറയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവർ ആ ഒരു വിഷയത്തില് ഒരു വിടുതൽ ഉണ്ടാകുന്നവരെ അവരതിനു വേണ്ടി അങ്ങ് ഡിവോട്ട് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങ് സമർപ്പിച്ച്, അതിനുവേണ്ടി അങ്ങ് പൂർണ്ണമായി വിധേയപ്പെടുത്തി. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ആളുകൾ. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോഴും, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ചരിത്രങ്ങളും അതിനകത്ത് ഇടകലർന്നു നിൽക്കുന്ന തീവ്രവാദി വിഭാഗങ്ങളിലുള്ള ചില ആളുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് ചാവേർ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്നദ്ധ സംഘടന അതിനകത്ത് കാണാൻ കഴിയും. അവർക്ക് ഒരു പഠിപ്പിക്കൽ, അവർക്കുള്ളൊരു ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യത്തിലെത്താൻ എന്തുമായി തീരാൻ അവരതിനുവേണ്ടി വില്ലിങ്ങാണ്, ഒരുക്കമാണ്. അവരതിനുവേണ്ടി സമർപ്പിച്ച, അവരുടെ ആ ഒരു ഇസത്തിന് വേണ്ടി, അവർ പിടിച്ചിരിക്കുന്ന ആ ഒരു പ്രമാണത്തിനു വേണ്ടി, അല്ലെങ്കിൽ അവരേതൊരു ചിന്താഗതിയുടെ കീഴിലാണോ ആയിരിക്കുന്നത്, അവരേൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്തു വിലയും കൊടുക്കുകയാണ്. ഇനി ഒരു പക്ഷേ അവരുടെ ജീവിതം തകരേണ്ടി വന്നാലും അതിലൊരു വൈമനസ്യമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ അതിനുവേണ്ടി അങ്ങ് സമർപ്പിക്കുകയാണ്. ദൈവമക്കളെ, ലോകജാതികൾക്ക് അവരുടെ കാര്യം നേടാനൊക്കെ ഇത്രയും സമർപ്പണമുണ്ടെങ്കിൽ ദൈവമക്കളായ നമുക്ക് ഇത്രത്തോളം ഒരു സമർപ്പണം ആ ഒരു അനുഭവത്തിൽ നമുക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ 2-4 മണിക്കൂറുകളോ 2-3 ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ വളരെ വിഷമം പിടിച്ച വിഷയങ്ങൾക്കൊക്കെ പരിഹാരം വരണമെന്നൊക്കെ ശഠിക്കുന്ന സ്വഭാവക്കാരായി നമ്മൾ പലപ്പോഴും മാറാറില്ലേ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തി, കർത്താവേ നീ അവരെ അനുഗ്രഹിച്ചില്ലേ, ഇന്ന കുടുംബത്തെ സഹായിച്ചില്ലേ, പിന്നെ എന്തുകൊണ്ട് ഇത്ര വർഷങ്ങളായി വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന എന്നെയും അനുഗ്രഹിച്ചു കൂടാ എന്നൊക്കെ ഒരു താരതമ്യ പഠനമൊക്കെ നടത്തി ദൈവത്തെ പോലും ഉപദേശിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ചില നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ചില മണിക്കൂറുകളോ ദിവസങ്ങളോ യാമങ്ങളോ കഴിയുമ്പോൾ നമ്മുടെ സമർപ്പണമൊക്കെ പോകും. നമ്മുടെ ചിന്ത, ഞാൻ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന ആ സമയങ്ങൾക്കകത്തു ദൈവം പ്രവർത്തിക്കണം. ദൈവമക്കളെ, ഒരിക്കൽ പോലും ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തെ നമ്മുടെ പരിധിയിലേക്ക്, നമ്മുടെ പരിമിതിയിലേക്ക് നമ്മൾ ഒതുക്കരുത്. ദൈവം ആരാ നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, ഈ അഖിലാണ്ട ഗടാകത്തെ മുഴുവനും സൃഷ്ടിച്ചവനും ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്നവനും സൃഷ്ടിതാവും പരിപാലകനുമായിരിക്കുന്ന തേജോമയനായ ദൈവം, മനുഷ്യന് അത്ഭുതകരമായ രക്ഷാദാനം ചെയ്ത ദൈവം. ആ ദൈവം സ്നേഹിക്കുന്നവനാണ്, അപ്പോൾ തന്നെ അവൻ ശിക്ഷിക്കുന്നവനാണ്.
അവൻ മുറിക്കുന്നവനാണ്, അവൻ മുറിവ് കെട്ടുന്നവനാണ്, തന്റെ ജനത്തോട് അലിവ് തോന്നുന്നവനാണ്, ആർദ്രത തോന്നുന്നവനാണ്. അപ്പോൾ തന്നെ അവരുടെ തെറ്റിനും മറയിടാതെ അതിനോട് കർക്കശ ബുദ്ധിയോടുകൂടെ പെരുമാറുന്നവനാ ദൈവം. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ ഒരിക്കലും നമ്മുടെ ആ പരിധിക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഒതുക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ ഒതുക്കാൻ കഴിയുമെന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാചകം നമ്മിൽ നിന്ന് വരുന്നത്. കർത്താവേ, ഇപ്പൊ പ്രവർത്തിക്കണം. പിന്നെ നമുക്ക് ദേഷ്യമായി, കോപമായി, സങ്കടമായി ഏത് രീതിയിലാണോ നമ്മുടെ ആ വികാരം പ്രകടമാകുന്നതെന്ന് നമുക്കാർക്കും നിർവചിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ ചിലപ്പോ കുറെ നാളത്തേക്ക് പ്രാർത്ഥന കാണത്തില്ല, ഉപവാസം കാണത്തില്ല, ഹല്ലേലൂയ. പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, പോയാൽ തന്നെ ആരോടും മിണ്ടത്തില്ല, ഒരൊറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങ് പോയേക്കും. ദൈവത്തിന് സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? നമുക്ക് സമർപ്പിക്കാൻ, ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു വിഷയത്തിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ ഒരു അർപ്പണ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചത്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാ, ഞങ്ങൾ അവനെ കാത്തിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഒരു വലിയ സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. ഇന്ന് പകൽക്കാലം ആ സമർപ്പണമുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമർപ്പണമില്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്നാണോ നാളെയാണോ ദൈവം പ്രവർത്തിക്കുന്നതെന്ന് അറിയത്തില്ല, ആരിലൂടെയാ ദൈവം പ്രവർത്തിക്കുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാ ദൈവം പ്രവർത്തിക്കുന്നതെന്ന് അറിയത്തില്ല. ആ പ്രവൃത്തി തികയ്ക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാത്തിരുന്ന് നമ്മൾ മടുത്തു പോകരുത്. സമർപ്പണമുണ്ട്, സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എന്നും തകർന്നു പോകാൻ ഒരു പക്ഷേ ലോകത്തിന്റെ മനുഷ്യന്റെ മുമ്പിൽ ഒരു കൂത്തുകാഴ്ചയായി നാമും നമ്മുടെ കുടുംബമോ അല്ലെങ്കിൽ നമ്മുടെ തലമുറയോ ആയി തീരുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കയില്ല. അല്ലെ, അനുദപിച്ചു ദൈവസന്നിധിയിൽ മടങ്ങി വന്നാൽ, അനുദപിച്ച് ദൈവത്തോട് കുറവുകൾ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മെ സഹായിക്കുന്നവനാണ്, അവൻ നമ്മോട് കരുണ തോന്നുന്നവനാണ്, അവൻ നമ്മോട് മനസ്സലിയുന്നവനാ. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ സമർപ്പണം ഉണ്ടെന്നുള്ളത് എങ്ങനെ അറിയാം? നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം, നമ്മുടെ പെരുമാറ്റം കാണുമ്പോൾ അറിയാം, നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സമർപ്പണമുണ്ടെന്ന്. എടുത്തടിച്ചിട്ടുള്ള സംസാരങ്ങളോ, എടുത്തടിച്ചിട്ടുള്ളതായ വാക്കുകളോ, എടുത്തടിച്ചിട്ടുള്ളതായ രീതികളോ ഒന്നും ഒരു സമർപ്പണമുള്ളതിന്റെ ഒരു തെളിവല്ല. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, തുല്യ വലിപ്പമുള്ള രണ്ട് ഖരപദാർത്ഥം, രണ്ടിനും തുല്യ വലിപ്പമാണ്. അത് ഒരു ചെറിയ കുളത്തിലേക്കും ഒരു വലിയ തടാകത്തിലേക്കും ഇട്ട് നോക്കുക. എന്നിട്ട് അതിന്റെ വൈബ്രേഷൻ, അതിന്റെ ഓളം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ആ ചിന്തകൻ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വിസ്താരം കുറഞ്ഞ, വലിപ്പം കുറഞ്ഞ ഈ കുളത്തിലേക്ക് ഈ കല്ലിടുമ്പോൾ ആ കുളത്തിൽ ഒരുപാട് നേരം അല്ലെങ്കിൽ വളരെ സമയം ഓളം വെട്ടലുണ്ടാകാം. ഈ കല്ലിന്റെ ഭാരം അനുസരിച്ച്, ഇട്ടതിന്റെ അല്ലെങ്കിൽ എറിഞ്ഞതിന്റെ ശക്തി അനുസരിച്ച് അതിൽ ഓളം വെട്ടലുണ്ടാകും. പക്ഷേ ഈ തടാകത്തിലേക്ക് ഈ കല്ലിട്ടാൽ അതിനകത്തൊരു ഓളം വെട്ടലും ഇല്ല, അതിനകത്തൊരു ചലനവുമില്ല. എന്താ കാര്യം? രണ്ടും വെള്ളമല്ലേ, രണ്ടും തുല്യ വലിപ്പമുള്ള സാധനമല്ലേ ഇട്ടത്. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ഒന്നിന് വലിപ്പക്കുറവാണ്, ആഴം കുറവാ. മറ്റതിന് വലിപ്പവുമുണ്ട്, ആഴവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് ആത്മീക പക്വതയാ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. ആത്മീക പക്വത പ്രാപിച്ച ദൈവമക്കളെ, നാം ആത്മീക പക്വത പ്രാപിച്ച ഒരു ദൈവമക്കളാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ജീവിത നിലവാരങ്ങളും അതിന്റെ അനുഭവങ്ങളും ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം എപ്പോഴും ഒരു തടാകത്തിന്റെ നിലവാരത്തിലായിരിക്കണം നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. ഒരിക്കലും ഒരു കുളത്തിന്റെ ആ ഒരു ഹല്ലേലൂയ ഒരു ബലഹീന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം ആയിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഒരാഴമേറിയ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആഴമേറിയ സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നെങ്കിലേ വാഗ്ദത്ത വിഷയം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രത്യേക വിഷയത്തിനു വേണ്ടിയാണ് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ നോക്കുന്നതല്ല, ചുമ്മാതെ നോക്കുന്നതല്ല, അല്ല മറ്റെങ്ങും നോക്കാൻ ഇടം
ഇടമില്ലാത്തത് കൊണ്ട് നോക്കുന്നതല്ല. അല്ല, എന്നെ ഭാരപ്പെടുത്തുന്ന എന്റെ വിഷയത്തിൽ നോക്കാൻ ഒരേ ഒരു ഇടമേ ഉള്ളൂ എന്നും അവിടെ നോക്കിയാൽ എനിക്കൊരു മറുപടി ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായതിനനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആരും പറഞ്ഞിട്ടുള്ള അറിവായിരിക്കയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ അറിവ്, ഞാൻ അനുഭവിച്ച അറിവ്, പിന്നെയും ഞാൻ ആ കരങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നത് എനിക്ക് ഒന്നറിയാം. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ആ യഹോവയിങ്കൽ നിന്നാ വരുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടെങ്കിലും ഒരുപക്ഷെ പ്രാപ്തിയുള്ളവരുണ്ടെങ്കിലും അവരുടെ സഹായങ്ങളൊന്നും തക്ക സമയത്ത് ലഭിച്ചെന്ന് വരികയില്ല. ഒരുപക്ഷെ തക്ക സമയത്ത് സഹായിപ്പാൻ അവർക്ക് മനസ്സുണ്ടെങ്കിലും കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ എന്റെ ഏതാവശ്യങ്ങളും അറിഞ്ഞ് എന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കണ്ണിലേക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കണ്ണുകൾ എന്നെ നിരാശപ്പെടുത്തുന്നതല്ല. ആ കണ്ണുകൾ ഹല്ലേലൂയ എന്നെ അനാഥനാക്കുന്നതല്ല. ആ കണ്ണുകൾ എനിക്ക് വേണ്ടി അടച്ചു കളയുന്നതല്ല. എന്റെ കണ്ണുനീർ കാണാനും എന്റെ നിലവിളി കേൾക്കാനും കഴിവുള്ള ഒരു തുറക്കപ്പെട്ട കാതും ഒരു തുറക്കപ്പെട്ട കണ്ണുമുള്ള ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് ഒരു അർപ്പണത്തോടെ ദൈവസന്നിധിയിൽ എന്നെ ഇരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചല്ലോ, ഭക്തനായ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുന്നുണ്ട്, കർത്താവേ എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അല്ലേലും ദൈവത്തോട് പറയ, കർത്താവേ അവിടുത്തെ സന്നിധിയിലേ എനിക്കിത് ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലേലും ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ദൈവമക്കളുടെ വിലപ്പെട്ട കണ്ണുനീർ ഒരു തുള്ളി പോലും ലോകത്തിലൊരു ലോക മനുഷ്യന്റെ മുമ്പിൽ വീഴ്ത്തരുത്. ഒരധികാരിയുടെ മുമ്പിൽ വീഴ്ത്തരുത്. ഒരുത്തന്റെ മുമ്പിൽ വീഴ്ത്തരുത്. നിന്റെ കണ്ണുനീർ വിലപ്പെട്ടത് ദൈവസന്നിധിയിൽ വീഴേണ്ടത്. ദൈവസന്നിധിയിലാണ് അത് ഒഴിക്കേണ്ടത്. അത് അവിടെ ഒഴുക്കിയാൽ അത് ശേഖരിച്ചു വെക്കുന്ന ഒരു തുരുത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. പുസ്തകം അതാ പറയുന്നത്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ. ഹല്ലേലൂയ. അതൊന്നും നിഷ്ഫലമാകത്തില്ല. അത് ഇവിടെ ഇരുന്ന് കണ്ണുനീരൊഴുക്കിയാലും, കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് ചെന്നിടത്തിരുന്ന് കണ്ണുനീരൊഴുക്കിയാലും, അടുത്ത ആഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുന്നിടത്തിരുന്ന് കണ്ണുനീരൊഴുക്കിയാലും, ഇനി അല്ല നമ്മളെ വീട്ടിലിരുന്ന് കണ്ണുനീരൊഴുക്കിയാലും, ഒരു പ്രത്യേക ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ഇറങ്ങിപ്പോകുന്ന ഈ വഴിത്താരയിൽ കണ്ണുനീരൊഴുക്കിയാലും, ഹല്ലേലൂയ, ദൈവവൈതലേ, വീണ സ്ഥലമല്ല കർത്താവ് നോക്കുന്നത്. ഒരു ഭക്തന്റെ കണ്ണിൽ നിന്നാണോ അത് വീണത്, അത് ശേഖരിക്കുന്നൊരു ദൈവമുണ്ട്. അത് നിഷ്ഫലമാകാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. അപ്പോൾ വലിയൊരു അർപ്പണം, ഒരു വലിയ സമർപ്പണം ഉണ്ടാകണം. ഇങ്ങനെ കാത്തിരിക്കുന്ന, അല്ലെ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്ന, ഹല്ലേലൂയ, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം എന്നുള്ള ആ മനോഭാവത്തോടെ ആയിരിക്കുന്ന ദൈവവൈതലിന് ഒരു വലിയ സമർപ്പണം ഉണ്ടായിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് സമർപ്പണമുണ്ട്, പക്ഷെ ദൈവസന്നിധിയിൽ പലപ്പോഴും ഇല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 1000 500 ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല എന്നുള്ള ആ ഒരു അവസ്ഥ വന്നപ്പോ അതവർ നിർദ്ദേശിച്ച ഫോമും പൂരിപ്പിച്ച് ക്യൂവിൽ എത്ര നേരമാണ് നിൽക്കുന്നതെന്നറിയാമോ? എന്തൊരു സമർപ്പണമാണ്. കാശ് വാങ്ങിക്കാൻ അവിടെ പോയി നിൽക്കുന്ന, ഇനി നമ്മുടെ ശാരീരിക ബലഹീന നിമിത്തം ഒരു ഡോക്ടറെ കാണാൻ പോയി നിൽക്കും. എത്ര മണിക്കൂറാ? ചിലപ്പോൾ ചില ദൈവമക്കൾ പറയുന്ന കേട്ടുണ്ട്, പാസ്റ്റർ രാവിലെ പോയതാ, തിരക്കാരൊന്നും, സന്ധ്യക്ക് 4 മണിക്കാ തിരിച്ചു വന്നേ. ആരോടാ ദേഷ്യപ്പെടുന്നേ? ഡോക്ടറോട് ദേഷ്യപ്പെടാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നാ പിന്നെ അങ്ങ് പോ. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഒക്കെ സൗമ്യതയോടെ നിൽക്കാം. ഞാൻ ചില സമയത്ത് പത്തനംതിട്ടയ്ക്ക് പോയി തിരിച്ചു വരുന്ന അവസരത്തിൽ നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം, കോഴഞ്ചേരി ടൗണിലെത്തുന്നതിന് മുമ്പ് 1 വേ കയറി വരുമ്പോൾ ഗവൺമെന്റ് ആശുപത്രിയുടെ താഴെ നീണ്ടു കിടക്കുന്ന ഒരു ക്യൂ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. അതിനകത്ത് അടി ഉണ്ടാക്കുന്നവനുണ്ട്, ചീത്ത വിളിക്കുന്നവനുണ്ട്, ഏത് രീതിയിലുള്ള ധാർഷ്ട്യ സ്വഭാവമുള്ളവരുണ്ട്. പക്ഷെ എന്ത് ശാന്തതയോടെ അവിടെ നിൽക്കുന്നതെന്നറിയാമോ? ചിലപ്പോൾ ക്യൂ ഒത്തിരി ഈസ്റ്റർ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഒത്തിരി നീണ്ടുപോകും.
ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ പറയും, പാസ്റ്ററേ അത് അവിടെ അല്ലേ? ദൈവമക്കളെ, ലോകമനുഷ്യൻ അവന്റെ കാര്യം നേടാനൊക്കെ ഇത്രയും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളെ, വചനം അങ്ങനെ പറയുമ്പോഴെങ്കിലും ഒന്ന് സമർപ്പണത്തോടുകൂടി ഒന്ന് കാത്തിരുന്നുകൂടെ? ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നൊരു മറുപടി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ നാളുകൾ നമ്മൾ പ്രാപിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. അല്ലെ, തരാമെന്നുള്ളത് നമ്മുടെ പിതാവിന്റെ വാഗ്ദത്തമാ. ദൈവത്തിന് സ്തോത്രം. അല്ലെ, നമ്മോട് പറഞ്ഞ സമയത്തും അല്ലെ പലരും പ്രാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ കരത്തിന് ബലഹീനത വന്നിട്ടില്ല. ഇന്നും കർത്താവ് സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മെ സഹായിച്ചിട്ടുണ്ട്, ഇന്നും സഹായിക്കാമെന്നുള്ള വാഗ്ദത്തമുണ്ട്. പിന്നെ എന്തുകൊണ്ട് അല്പ ദൈവസന്നദ്ധിയിലോ ഹല്ലേലൂയ സമർപ്പണത്തോടെ കാത്തിരുന്നുകൂടാ? ഹല്ലേലൂയ. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തന. ആ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ ഹല്ലേലൂയ. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞാലും, മാസങ്ങൾ ചിലത് കഴിഞ്ഞാലും, വർഷങ്ങൾ ചിലത് കഴിഞ്ഞാലും അതിന്റെ കാലയളവ് ദൈവം എത്ര വെച്ചേക്കുന്നത് നമുക്കറിയത്തില്ല. അതാ കാലയളവ് അറിയാമെങ്കിൽ നമുക്ക് അതനുസരിച്ച് കാത്തിരിക്കാം. വാഗ്ദത്തം കിട്ടിയ അബ്രഹാമിനോട് 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കൊടുത്തപ്പോൾ ഇതുവരെ ഞാനും വായിച്ചിട്ടില്ല, നമ്മളാരും വായിച്ചിട്ടില്ല. 100-ാമത്തെ വയസ്സിൽ നിനക്ക് തലമുറയെ തരാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. തലമുറ കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എപ്പോഴെന്ന് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഓരോ വർഷം കഴിയും തോറും, ഓരോ പ്രാർത്ഥനയിൽ വരുമ്പോഴും ഹല്ലേലൂയ ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതരങ്ങളിൽ നിന്ന് ദൈവത്തോട് ഹല്ലേലൂയ അടർന്നു വീഴുന്ന പ്രാർത്ഥനയിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിനായി സ്തോത്രം. അത് നിറവേറുന്ന ഒരു സുദിനമുണ്ടെന്ന് ഞാൻ അറിയുന്നു, അത് നിറവേറുന്ന ഒരു സമയമുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ച് ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന അബ്രഹാമിന്റെ കൂട്ടായ്മക്കാരും ചിലപ്പോ മുഷിഞ്ചു പോയോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അബ്രഹാം വാ തുറന്നു കഴിയുമ്പോൾ അങ്ങനെ ചില സ്ഥിതിവിശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പാരമ്പര്യമായിട്ട് ഒരേ ലെവലിൽ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഇടങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ചിലർ കാണാപ്പാഠം പറഞ്ഞിട്ടുണ്ട്. ചിലർ സാക്ഷ്യത്തിന് എഴുന്നേൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാര്യമല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനി അവരാ പറഞ്ഞു വിടുന്ന കാര്യം കാണാപ്പാട് ഇവർക്കറിയാം. കാരണം അവർക്കൊന്നേ പറയാനുള്ളൂ. ഈ കുഞ്ഞുങ്ങളുടെ ഓർമ്മയായ നാൾ മുതൽ അവർ കേൾക്കുന്ന അതാ. ഹല്ലേലൂയ. 2 മിനിറ്റ് കൊണ്ട് പറയുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങൾ അവർക്ക് കാണാപ്പാഠം അറിയാം. ചിലരുടെ പ്രാർത്ഥന അവർക്ക് കാണാപ്പാഠം അറിയാം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ കാണാപ്പാഠം അറിയാവുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു കാണാപ്പാഠം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഉരുവിട്ടല്ല നമ്മൾ ദൈവസന്നിധി കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ കേട്ട് അബ്രഹാമിന്റെ കൂട്ടായ്മക്കാർ പറഞ്ഞു കാണും, അബ്രഹാമേ, എത്ര നാളായിട്ടാ ഇങ്ങനെ ഞങ്ങൾ കേൾക്കുന്നത്. നിനക്ക് പ്രാർത്ഥിച്ചൊരു മടുപ്പില്ലേലും കേട്ട് ഞങ്ങൾക്കൊരു മടുപ്പ്. പക്ഷെ അബ്രഹാമിന് പറയാനുണ്ട്, എനിക്ക് ഓരോ പ്രാർത്ഥന കഴിയും തോറും എന്റെ വിശ്വാസം ഏറി വരികയാണ്. അതിന്റെ തീവ്രത കൂടി വരിക, കുറഞ്ഞു പോകുകയല്ല, അത് കൂടി വരികയാ. ഓരോ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും ഞാനിത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആവേശം എന്റെ അകത്ത് ഇങ്ങനെ കയറി വരികയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, കേട്ടവർക്ക് ഒരുപക്ഷെ അത് അരോചകത്വമായി തോന്നിയാലും പ്രാർത്ഥിക്കുന്ന അബ്രഹാമിന് അത് അരോചകത്വമല്ല. അവന് പറയാൻ ഒന്നുണ്ട്. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന കാലയളവില്, ഒന്നും അറിയാത്തതിനെ സേവിച്ചു വണങ്ങിയിരുന്ന കാലയളവിൽ ദൈവം എന്നെ വിളിച്ച എന്നോട് നേരിട്ട് പറഞ്ഞൊരു ശബ്ദമാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും. അപ്പൊ അവനതിനു വേണ്ടി സമർപ്പണത്തോടെ കാത്തിരിക്കുക. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഹല്ലേലൂയ. 1 ദശാബ്ദം കഴിഞ്ഞു, 2 ദശാബ്ദം കഴിഞ്ഞു, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. അല്ലെ, വീണ്ടും ഇതാ ചില വർഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശബ്ദം അവനെ വീണ്ടും ഉറപ്പിച്ചു, അവനെ ധൈര്യപ്പെടുത്തി. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിച്ചു കൊടുക്കാൻ ശക്തനെന്ന് അവൻ തെളിയിക്കുവാനിടയായി. ഈ കാലങ്ങൾ അത്രയും നമ്മൾ പഠിച്ചു നോക്കിയാൽ അബ്രഹാം ഒരു സമർപ്പണമുള്ളവനായിരുന്നു. ഇന്ന് പകൽ എന്റെ മുമ്പിൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ദൈവമക്കളോട് പറയട്ടെ, ഒരു സമർപ്പണം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തില്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തില്, ദൈവസന്നിധിയിൽ നേടുന്ന വിഷയത്തില് ആ സമർപ്പണം കുറഞ്ഞു പോകരുത്. ആ പ്രാർത്ഥനയിൽ ആ സമർപ്പണം കുറഞ്ഞു പോകരുത്. വലിയ ഒരു അർപ്പണ മനോഭാവത്തോടെ
നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പക്ഷേ പ്രാർത്ഥന ഒഴിച്ച് എല്ലാത്തിലും സമർപ്പണം ഉണ്ടായെന്നിരിക്കുക. എന്നാൽ പ്രാർത്ഥനയിലും ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ പ്രവൃത്തി വരെയും വെയിറ്റ് ചെയ്യാൻ. ഹല്ലേലൂയ. ഇന്നോ നാളെയോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അത് നടക്കുന്നത് വരെയും ആ ദൈവത്തിലുള്ള വിശ്വാസം കുറയരുത്, ആ ദൈവത്തിലുള്ള ആശ്രയം കുറയരുത്, ആ ദൈവത്തോടുള്ള സ്നേഹം കുറയരുത്. അല്ലെ ഒരു പക്ഷേ നാം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ആ വിഷയത്തിന് സമാനമായ വിഷയത്തിൽ പലരും വിടുതൽ പ്രാപിച്ചു എന്ന് കാണുമ്പോൾ അവരോട് നീരസപ്പെടരുത്, ദൈവത്തോട് നീരസപ്പെടരുത്. ദൈവത്തോട് ഒരിക്കലും പറയരുത്, ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ അവർ വിശ്വാസത്തിൽ വന്നത്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ അല്ലെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, നീ അവരുടെ പ്രാർത്ഥന കേട്ടില്ലേ, നീ അവർക്ക് ഉത്തരം കൊടുത്തില്ലേ. ദൈവത്തോട് നീരസപ്പെടരുത്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ ഒരു വിശ്വാസിയോട് നീരസപ്പെടരുത്. ഹല്ലേലൂയ. നിന്റെ ദൈവത്തോട് നീ കാര്യം ചോദിക്കണം. കർത്താവേ, വൈകുന്നതെന്താ? എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്നതെന്താ? ഞാൻ അങ്ങയുടെ കണ്ണുകളിലേക്കല്ലേ നോക്കിയിരിക്കുന്നത്? എന്തുകൊണ്ട് താമസിക്കുന്നു? എന്തുകൊണ്ട് വൈകുന്നു? ദൈവം അതിന് മറുപടി തരും. ദൈവത്തിന് സ്തോത്രം. വൈകുന്നതിനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആ നോട്ടം അവനിൽ നിന്ന് മാറരുത്. ആ നോട്ടം അവങ്കിൽ നിന്ന് പതറിപ്പോകരുത്. ഹല്ലേലൂയ. നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ശക്തനായ ഒരുവനേ ഈ ഉലകത്തിലുള്ളൂ. രണ്ടാമതൊരു വ്യക്തിയില്ല, ചേർത്തു വെക്കാൻ ഒരാളില്ല, കൂട്ടിയോജിപ്പിക്കാൻ ഒരാളില്ല. നമ്മെ അകമഴിഞ്ഞ് സഹായിപ്പാൻ കഴിയുന്ന, നമ്മെ നന്നായി അറിഞ്ഞ് ഏതാവശ്യവും സഹായിപ്പാൻ കഴിയുന്ന ഒരേ ഒരുവനെ ഈ ലോകത്തിലുള്ളൂ. അത് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, നമുക്ക് വേണ്ടി മുതൽ മുടക്കിയ കർത്താവ്. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന, കാത്തിരിക്കുന്ന ദൈവവൈതലിന് ഒന്നാമതൊരു സമർപ്പണം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചിന്തയിലേക്ക് വന്ന് വേഗത്തിൽ എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ചിന്ത, ഒരു ദീർഘക്ഷമയുണ്ടായിരിക്കണം. സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ അത് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുമെങ്കിലും അതിൽ നിന്ന് അത് വ്യത്യസ്തമായി, അതിൽ നിന്ന് അടർത്തി മാറ്റി ഞാനത് ഓർപ്പിക്കുക. ഒരു ദീർഘക്ഷമ. ക്ഷമ പോരാ, ഒരു ദീർഘക്ഷമ വേണം. ദൈവത്തിന് സ്തോത്രം. ദീർഘക്ഷമയുണ്ടെങ്കിലേ പ്രാണനെ നേടാൻ കഴിയത്തുള്ളൂ, ആ വിഷയത്തിന് മറുപടി പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മറുപടി കിട്ടിയില്ല എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ദേഷ്യപ്പെടരുത്, നമ്മൾ കോപിഷ്ഠരാകരുത്, ദൈവത്തോട് കോപിക്കരുത്, ദൈവത്തോട് മറുതലിക്കരുത്, ദൈവത്തോട് അന്യായമായി സംസാരിക്കരുത്. ദൈവത്തിന് നീരസമുണ്ടാകുന്ന രീതിയിൽ ദൈവത്തിനെതിരെ ഒരു ദൂഷണവിധി ഉച്ചരിക്കരുത്. യോബിന്റെ പിൻകാലത്തെ മുൻകാലത്തേക്കാൾ അധികമായിട്ടൊക്കെ അനുഗ്രഹിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ആ വചനമൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ ഇഷ്ടം. പക്ഷെ ദൈവവൈതലെ ആ മനോഭാവം കൂടെ വേണം, എന്നാലേ തമ്പുരാൻ അനുഗ്രഹിക്കുകയുള്ളൂ. എന്തെല്ലാം പോയിട്ടും അവൻ അധരങ്ങളാൽ, അവിടെ ആ വിഷയം, അധരങ്ങളാൽ പാപം ചെയ്തില്ല. ദൈവമക്കളെ, സമനില തെറ്റിപ്പോവാൻ എപ്പോഴേ തെറ്റിപ്പോകാം. ഹല്ലേലൂയ. ജന്മം കൊടുത്ത, നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പറയാറുണ്ട്, കൈയാന്നോ കാലാന്നോ വളരുന്നേ എന്ന് നോക്കിക്കൊണ്ടിരുന്ന, ആറ്റുനോറ്റിരുന്ന് വളർത്തിക്കൊണ്ടുവന്ന 10 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വളരുകയാണ്. പ്രത്യേകിച്ച് ആ പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത്, അവരെ പോലെ സൗന്ദര്യമുള്ളവർ വേറെ ഇല്ല. അപ്പൊ എല്ലാവരുടെയും ഒരു നോട്ടം അവരുടെ മേൽ. ഹല്ലേലൂയ. 1 പോയെ, 9 പോയെ, 10 പോയി. സമനില തെറ്റണ്ടേ? ഹല്ലേലൂയ. ഒരുപക്ഷേ ഗർഭപാത്രത്തിൽ വെച്ച് തകർന്നു പോയാൽ പുറംലോകം കണ്ടില്ലല്ലോ എന്ന് ആശ്വസിക്കാം. എന്നാൽ അങ്ങനെ ഒരു നൊമ്പരം അനുഭവിച്ചവർക്കേ അതിന്റെ വേദന അറിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വളർത്തിക്കൊണ്ടുവന്ന 10 കുഞ്ഞുങ്ങൾ ഒരു പ്രായം വരെ, ഒരുപക്ഷെ ഒരു പരിധി വരെയൊക്കെ അവരെ വളർത്തി, അവരുടെയൊക്കെ മുമ്പിൽ, അല്ലെ ഈ മാതാപിതാക്കളുടെ മുമ്പിൽ അവർ വളരുമ്പോൾ ഒത്തിരി മോഹങ്ങളും ഒത്തിരി ആഗ്രഹങ്ങളും അവരുടെ മേലൊക്കെ വെച്ച്, ഹല്ലേലൂയ, ദൈവമേ ഇവനെ ഇന്നാരെ പോലെ ആക്കണമേ, ഇന്നാരെ പോലെ ആക്കണമേ എന്നൊക്കെ വാഗ്ദത്ത വചനങ്ങളെ ഉരുവിട്ട്, ഹല്ലേലൂയ, ദൈവം പറഞ്ഞ ആലോചനകളെ മുറുകെ പിടിച്ച് ഓരോരുത്തരെയും അനുഗ്രഹിച്ച് യോബിനെ കുറിച്ച് അങ്ങനെയാ വായിക്കുന്നത്. വിരുന്നനാൾ വട്ടം തിരിയുമ്പോൾ അവർ
ഒരു പക്ഷേ പാപം ചെയ്തു പോകുമോ എന്നൊരു സന്ദേഹം കൊണ്ട് അവർക്ക് വേണ്ടി വളരെ യാഗങ്ങൾക്ക് ചെയ്യുന്ന, വളരെ പ്രാർത്ഥന കഴിക്കുന്ന ഒരു മനുഷ്യൻ, ഓരോരുത്തർക്കും വേണ്ടി. അപ്പൊ അങ്ങനെ ശ്രദ്ധ കൊടുത്ത് അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന ഈ കുഞ്ഞുങ്ങൾ 10 പേരും തീർന്നുപോയി. താൻ നേടിയതും അധ്വാനിച്ചതും വല്ലതും ഉണ്ടെന്ന് പറഞ്ഞ അതെല്ലാം പോയി. പാട്ടുകാരൻ പറയുന്നത് പോലെ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെ ഉണ്ടെന്ന് തോന്നിയ സകലതും തന്നെ വിട്ടുപോയി. ഇതാ തന്റെ ശരീരം അഴുകാൻ തുടങ്ങി. ഒരു വല്ലാത്തൊരവസ്ഥയിൽ, ദുർഗന്ധം വമിക്കുന്ന അല്ലെങ്കിൽ ഒരനുഭവത്തിൽ തന്റെ ശാരീരിക രോഗങ്ങൾ അത് പുറമേ ഉള്ളത് തന്റെ അന്തരങ്ങളിലൂടെ ആന്തരികമായും തന്നെ കേടുവരുത്തി എന്ന് ചിന്തിക്കുന്ന ഭാഗം അതിനകത്തുണ്ട്. ഞാൻ പറയാം, തനിക്ക് ശരീരത്തിൽ രോഗം വന്നു, അത് തന്റെ അകത്തും അത് തന്നെ സാരമായി പിടിച്ചു. അതിന്റെ ഒരു അനുഭവത്തിലാ താൻ പറഞ്ഞത്, എന്റെ ശ്വാസം എന്റെ ഉടപ്പിറന്നവൾക്ക് പോലും അത് അസഹനീയമായി തോന്നത്തക്ക നിലയിൽ ആന്തരികമായും ബാഹ്യമായും വല്ലാത്ത ഒരു വേദനിപ്പിക്കുന്ന ഒരവസ്ഥ. തീർന്നില്ല. ഏത് കഷ്ടത വരുമ്പോഴും, ഏത് പ്രയാസം വരുമ്പോഴും, ഒരിക്കലൊരു ദൈവമനുഷ്യന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥന്. അദ്ദേഹം ആ സീനിയർ നിലവാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ താഴെ ലെവലിൽ താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ഒരു ലൈൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നാരോ അതിന്റെ സ്വിച്ച് ഓണാക്കുകയോ അതിന്റെ ഫ്യൂസ് കുത്തുകയോ ഏതോ ചെയ്തു. 110 kV ലൈൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായി ഇത് സംഭവിച്ചത്. അദ്ദേഹം ഇലക്ട്രിക് ഷോക്കേറ്റ് അവിടുന്ന് താഴെ വീണു. തന്റെ കൈയുടെ, എന്റെ ഓർമ്മ ശരിയെങ്കിൽ കൈപ്പത്തി അറ്റു. തന്റെ ശരീരത്തിന്റെ ഒരു നല്ല ഭാഗം പൊള്ളി. അപ്പോൾ ആ മനുഷ്യൻ പിന്നീട് പ്രൊമോഷനൊക്കെ കിട്ടി. അദ്ദേഹം ചില കാലങ്ങൾ ജോലിയിലിരുന്ന് അദ്ദേഹം ജോലി രാജിവെച്ച് സുവിശേഷ വേലയിൽ ഇറങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം, ദൈവം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതാണ്ട് 1.5 വർഷത്തോളം എൻ്റെ ശരീരം ഈ പൊള്ളിയത് നിമിത്തമായി മറ്റാരും ശുശ്രൂഷിക്കാൻ താല്പര്യപ്പെടാത്ത നിലയിൽ ദുർഗന്ധം വമിച്ച എൻ്റെ ശരീരത്തെ അത് ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ വളരെ യത്നിച്ചത് എൻ്റെ കൂട്ടാളിയായ എൻ്റെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞത്, ഒരു കഷ്ടത ഭർത്താവിനെ നേരിടുമ്പോൾ അതിനെ ആ നിലയിൽ അത് കൈകാര്യം ചെയ്യേണ്ട ഒരു നിലവാരത്തിൽ അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഇയ്യോബിന്റെ ഭാര്യ, പുള്ളിക്കാരത്തി തനിക്കെതിരായി മാറി. അവൾ പറഞ്ഞ വാക്ക്, ഈ ഭക്തി ഇനിയും ദൈവകൃപ എന്ന് പറഞ്ഞ്, ദൈവമക്കളെന്ന് പറഞ്ഞ്, കൂട്ടായ്മയെന്ന് പറഞ്ഞ്, ദൈവം എന്നൊക്കെ പറഞ്ഞ് ഈ ആശ്രയം കൊണ്ടിരിക്കാതെ ആ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് നീ മരിച്ചു കളക. ദൈവമക്കളെ, എല്ലാം എതിരായി, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പ്രതികൂലമായപ്പോഴും ഞാൻ ഉച്ചരിച്ച ആരംഭത്തിലെ വാക്ക് മറക്കരുത്, അധരങ്ങളാൽ ഹല്ലേലൂയ. ഈ ഒരു മനുഷ്യനെ പിൽക്കാലത്തിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ അല്ലേ കുഴപ്പമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുപോലൊരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കാതിരുന്നാൽ അത് നീതികേടല്ലേ. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യനെ അനുഗ്രഹിച്ചതിന്റെ ഏറ്റവും ഏറ്റവും പരമപ്രധാനമായ കാരണം അതാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ലെവല് പോകാവുന്ന ആ ഒരു സാധ്യതയുള്ള അന്തരീക്ഷത്തിൽ ഒരു വാക്കെങ്കിലും അരുതാത്തത് പറയാൻ, പറഞ്ഞില്ലെങ്കിലും ചിന്തിക്കാനെങ്കിലും ഇടയുള്ള സാഹചര്യത്തിൽ ഇയ്യോബൊന്നും പറഞ്ഞില്ല. ദൈവമക്കളെ, ഒരു ദീർഘക്ഷമ വേണം. ഹല്ലേലൂയ. അവൻ ഞങ്ങളോട് കൃപ ചെയ്തുവോളം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ വാക്കുകൾ അത് സ്പഷ്ടമാണ്. ഞാൻ എന്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കുക. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. ദേഹരഹിതനായല്ല, ദേഹസഹിതനായി ഞാൻ അവനെ കാണും. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ വിശ്വാസം എത്ര തീവ്രമാ, അവന്റെ വിശ്വാസം എത്ര ശക്തമാ. ഇതൊക്കെ സംഭവിച്ചാലും, ഇതൊക്കെ അഴിഞ്ഞാലും, ഇതൊക്കെ പുഴുവരിച്ചാലും, എല്ലാം പ്രതികൂലമായാലും, എന്റെ കൂടെ നിൽക്കേണ്ട എന്റെ ഭാര്യ പോലും എതിരായി മാറിയാലും
ദൈവവൈതലെ, പിടിച്ചിരിക്കുന്ന വിശ്വാസമാ വലിയത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു. ഞാൻ ആരിലാണ് ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആരിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്, ആരാണ് എന്റെ സങ്കേതം, എനിക്ക് നന്നായി അറിയാം. ആ ദൈവം എന്നെ കൈവിടത്തില്ല, ആ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. ദീർഘക്ഷമയുള്ള യോബേ, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ മാനിക്കും. വചനം പറയുന്നു, അവൻ നഷ്ടപ്പെട്ടു പോയതെല്ലാം തലമുറ ഒഴിച്ച് ദൈവം ഇരട്ടിയായി നൽകി. അവന്റെ നഷ്ടപ്പെട്ടതായ ആടുമാടുകൾ, ദാസിദാസന്മാർ, അവന്റെ സമ്പത്ത്, അവന്റെ തലമുറ എല്ലാം ദൈവം മടക്കി നൽകി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദീർഘക്ഷമയുണ്ടെങ്കിൽ ഹല്ലേലൂയ, ചിലത് പ്രാപിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അവൻ കൃപ ചെയ്യുവോളം ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമൈതലേ, ഇന്ന് 2 ചിന്തകൾ ഞാൻ ഓർപ്പിച്ചു. സമർപ്പണം കുറയരുതേ, ഹല്ലേലൂയ. ദീർഘക്ഷമ കുറഞ്ഞു പോകരുതേ. ക്ഷമയേക്കാൾ ഒരു പടി കൂടെ അല്ല, പല പടികൾ മുൻപിൽ നിൽക്കുന്നതാണല്ലോ ദീർഘക്ഷമ. ആ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ ദീർഘക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം, ആ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. അവൻ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവൻ സഹായിപ്പാൻ വിശ്വസ്തന. അവൻ മാനിക്കാമെന്ന് പറഞ്ഞാൽ അവൻ മാനിപ്പാൻ വിശ്വസ്തന. അവൻ ആർക്കും കടക്കാരനല്ല, അല്ലെങ്കിൽ അവൻ ആർക്കും കടക്കാരനല്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുവാൻ അവൻ മനുഷ്യനല്ല. ആ ദൈവസന്നിധിയിൽ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ വചനം ഹൃദയത്തിൽ ഇടപെട്ടു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആയിരിക്കുന്ന ഹല്ലേലൂയ, ആ ഇരിപ്പിടങ്ങളിലിരുന്ന് കണ്ണുകളടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമോ? ഈ പകൽക്കാലം വചനത്തിൽ കേട്ടതുപോലെ അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. നീ നോക്കിയത് വെറുതെ അല്ല, നീ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല. ലജ്ജിക്കാൻ എന്റെ ദൈവം സമ്മതിക്കയില്ല. എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, പ്രിയ സഹോദര, സഹോദരി, കുഞ്ഞെ, പ്രിയ ദൈവമൈതലേ, നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് വെറുതെയല്ല. നിന്റെ മറുപടി വേഗത്തിൽ സംഭവിപ്പാനിടയാകും. എന്നാൽ നിന്നിലൊരു സമർപ്പണം ഉണ്ടാകട്ടെ, നിന്നിലൊരു ദീർഘക്ഷമ ഉണ്ടാകട്ടെ. ദൈവം നിന്നെ മാനിപ്പാൻ വിശ്വസ്തന, നിന്നെ സഹായിപ്പാൻ ദൈവം മതിയായവന്. ആ നല്ല ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സമർപ്പിക്കാം. ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ആ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതം അല്ല മുന്നോട്ട് പോകാൻ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല എന്ന് ആ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകുമെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ പൗലോസ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഓട്ടം, നാം കാത്ത വിശ്വാസം അത് നഷ്ടമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സുദിനമുണ്ട്. ഈ ലോകത്തിൽ ഒരുപാട് നിന്ദകൾ സഹിക്കേണ്ടി വന്നാലും, ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാലും, ഒറ്റപ്പെടേണ്ട വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും ദൈവവേദലേ സാരമില്ല. അങ്ങേ കരയിൽ നിന്ന് നീ നേടിയതെന്തെന്നറിയും. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം നിന്റെ മുമ്പിൽ അല്ലെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്ന ഒരു സുദിനം നിന്റെ മുമ്പിലുണ്ട്. ആ ദിനം വരുന്നതുവരെയും നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കണം. അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ആ കണ്ണിൽ നിന്ന് നോട്ടം മാറാതെ നമുക്ക് ജീവിതയാത്ര നയിക്കാം. സമർപ്പണത്തോടെ, ദീർഘക്ഷമയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവമുൻപാകെ ആയിരിക്കാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ.